സൂപ്പറാണ്. എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ? എങ്ങനെയുണ്ടായിരുന്നു? ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു ഫീൽ ഗുഡ് മൂവി. നൈസ് ആയിരുന്നു. മൊത്തത്തിൽ നല്ല കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഫാമിലി എന്റർടൈനർ ആയിട്ട് തോന്നി. അടിപൊളി. നമ്മുടെ ഗ്യാങ്ങിനൊക്കെ ഇഷ്ടപ്പെടുവോ? ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? പഴയ ദിലീപിന്റെ ഒരു ഫിലിം പോലെ ഉണ്ടോ? ചിത്രത്തിന് വേണ്ടിയാണോ? ആ, മോൾക്ക് എങ്ങനെ ദിലീപ് മാമൻ എങ്ങനെയുണ്ട്? കൊള്ളാവോ? എങ്ങനെയുണ്ട്? അടിപൊളി. ദിലീപിന്റെ ഫാനാണോ? അതെ ദിലീപിന്റെ ഫാനാണ്. എങ്ങനെയുണ്ടായിരുന്നു ഫിലിം? എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? ആണോ? നല്ല സോങ്സും എല്ലാം കൊണ്ട് നല്ല സൂപ്പർ ഫിലിമാണ്. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? അടിപൊളി. എങ്ങനെയുണ്ട്? നല്ല മൂവി. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ചേച്ചി? കുഴപ്പമില്ല. മോനെ എങ്ങനെയുണ്ട്? ദിലീപ് മാമൻ എങ്ങനെയുണ്ട്? നല്ലതാണോ? അടിപൊളിയാണോ? ദിലീപ് മാമനെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? വെറൈറ്റി. ഈ ദിലീപ് ചിത്രത്തിന് വേണ്ടിയാണോ കാത്തിരുന്നത്? തീർച്ചയായിട്ടും. ഓക്കെ. എങ്ങനെയുണ്ട്? കൊള്ളാം. നല്ല പടം. തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. നല്ലൊരു പടം. നല്ലൊരു അഭിനയമാണ്. കൊള്ളാം. പിന്നെ തീർച്ചയായിട്ടും എല്ലാ പ്രായക്കാർക്കും എല്ലാ തരത്തിലും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ദിലീപേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ തകർത്തോ? നല്ല ഇഷ്ടപ്പെട്ടു. കോമഡി ആയിട്ടുള്ള പടം തന്നെ. ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ദിലീപേട്ടൻ്റെ പഴയ പടങ്ങൾ പോലെ ഓർമ്മിപ്പിച്ചോ? കോമഡി സീൻസ് ഒക്കെ ഓർമ്മിപ്പിച്ചു. തകർത്തു. അടിപൊളി. പിള്ളേരൊക്കെ കാണാൻ പറ്റും. ഫാമിലിയായിട്ട് ഈ വെക്കേഷൻ എങ്ങനെ പവി എടുത്തോ? പിള്ളേർക്ക് നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറയാ, ഒരു എല്ലാവരും നല്ല കൈയടിയൊക്കെ ആയിരുന്നു. കുറേ സീനിൽ നമ്മൾ എങ്ങനെയാണോ ദിലീപേട്ടനെ നമ്മൾ കാണാൻ കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്തിരുന്നത്, അതുപോലൊരു കംബാക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ ഭയങ്കര സന്തോഷം. ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു ദിലീപേട്ടൻ പടമാണ്. നമുക്ക് ദിലീപേട്ടനിൽ എന്തൊക്കെ വേണം നമ്മൾ ആഗ്രഹിക്കുന്നു അതെല്ലാം ഉണ്ട്. അത് കരയാനും ചിരിക്കാനും ഒരുപാട് കോമഡി എല്ലാം. കോമഡിക്കൊപ്പം തന്നെ ജീവിതത്തിന് ഒരു വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചിത്രമാണ്. അത്ര ഡീപ്പായിട്ട് പറയാൻ അറിയില്ലെങ്കിലും കണ്ടിരിക്കാൻ വളരെയധികം രസമുള്ളൊരു പടമാണ്. വിനീത് നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല റൈറ്റിംഗ് ആണ്. ദിലീപേട്ടൻ നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. അത്ര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ട് കാണാം. 100%. താങ്ക് യു. സിനിമ കണ്ടിറങ്ങുമ്പോൾ എന്താണോ ഫീൽ അതേമാതിരി ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ കാണാൻ കയറുമ്പോഴാണെങ്കിലും തിരിച്ചിറങ്ങുമ്പോഴാണെങ്കിലും നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടല്ലല്ലോ പോകുന്നത്. അപ്പോൾ കാണുമ്പോൾ ഓക്കെ, ഭയങ്കര ഒരു സന്തോഷമുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനി ഓഡിയൻസിൻ്റെ റെസ്പോണ്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. എല്ലാവരും പോയി സിനിമ കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ബാക്കി കണ്ടിട്ട് പറയാം. ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ്. ഡയറക്ടർ വിനീതിൻ്റെ നല്ലൊരു തേർഡ് മൂവി ഇത്. അതുപോലെ തന്നെ വെക്കേഷനും ഓണമൊക്കെ വരുവാണ്. ഓണമൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് കാണാൻ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള പക്ക എൻ്റർടൈൻമെൻ്റ് ആണ്. നല്ല മൂവിയാണ്. എല്ലാവർക്കും കാണാൻ പറ്റും. ധൈര്യമായിട്ട് കാണാൻ പറ്റും. നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും ന്യൂ കമേഴ്സാണ്, സപ്പോർട്ട് ചെയ്യുക. കോമഡി എൻ്റർടൈനർ ദിലീപേട്ടൻ്റെ നമ്മുടെ രസമുണ്ട്. ടാർഗറ്റഡ് ഓഡിയൻസ് ഫാമിലി തിയേറ്ററിൽ തന്നെ വന്നതാണ് ഫസ്റ്റ് വാച്ച്. ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് മൂവി. പടം സെക്കൻഡ് ഹാഫ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് ഉഗ്രനാണ്. ഇത് ദിലീപേട്ടൻ്റെ തിരിച്ചറിവാണ്. യാതൊരു സംശയമില്ല. ജനപ്രിയനായതിൻ്റെ തിരിച്ചറിവ് തന്നെയാണ്. ഫസ്റ്റ് ഹാഫിൽ ചില കോമഡി അങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ തോന്നി. സെക്കൻഡ് ഹാഫ് എനിക്ക് നന്നായിട്ട് പോയിട്ടുണ്ട്.
കോമഡി മാത്രമല്ല ഒപ്പം സെൻറ്റിമെൻറ്റ്സ്, റൊമാൻസ്, ആക്ഷൻ എല്ലാ ജോണ്ടറും ഉണ്ട്. ഇത് വളരെ ഇറ്റായി ഫാമിലിയിൽ തള്ളിക്കയറും. കണ്ണ് കയറിയുന്ന കുറേ സീൻസ് ഉണ്ട്, അതോടൊപ്പം ചിരിക്കാൻ കുറേ ഉണ്ട്, റൊമാൻസ് ഉണ്ട്, എല്ലാ എലമെൻസും ഉണ്ട്. എല്ലാം കൊണ്ടും ഒരു വിൻറ്റേജ് ദിലീപ് കോംബോ ഫിലിമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വളരെ ഹിറ്റായി. ദിലീപ് ജനപ്രിയനായതിൻ്റെ തിരിച്ചുവരവാണ്. ശരിയാണ് പവി കെയർടേക്കർ. കാരണം സാധാരണ കോമഡി സിനിമ എന്ന് പറഞ്ഞ് മാറ്റി നിൽക്കുന്ന ദിലീപ് ചിത്ര സിനിമകൾ ഇത് കോമഡി മാത്രമല്ല, ഒരു സാധാരണക്കാരനായ വ്യക്തി ചില സമയങ്ങളിൽ അടിച്ചു പോകേണ്ട സാഹചര്യം വരുമ്പോൾ അടിച്ചു പോയൊരു സാഹചര്യമാണ് ഈ സിനിമയിൽ കാണിക്കുന്ന ഇടി ഫൈറ്റ് നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ജനപ്രിയ നായകൻ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കിടയിൽ സാധാരണക്കാരനായിട്ട് അഭിനയിക്കുന്നതാണ് കേരളക്കാരെ ജനപ്രിയ നായകൻ എന്ന് വിളിക്കുന്നത്. പേര് അതേപോലെ നിലനിർത്തുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കൊണ്ടാണ്. ഓരോ ഫ്രെയിമിലാണെങ്കിൽ നല്ല രീതിയിൽ തന്നെയാണ് പെർഫോമൻസ് ബേസ് നല്ല രീതിയിൽ അഭിനയിക്കുന്നത്. പുതുമ നിറഞ്ഞ വ്യത്യസ്തം നിറഞ്ഞ അഭിനയമാണ് ദിലീപേട്ടൻ്റെ മുഖമുദ്ര. കാരണം ബോറടിപ്പിക്കാണ്ട് ആദ്യം മുതൽ അവസാനം വരെ ചിരി നിർത്തുന്നതാണ് ജനപ്രിയ നായകൻ്റെ കഥാപാത്രമായിട്ടുള്ള പവിത്രൻ എന്ന ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ പഴയ ഒരു ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവെന്ന് തന്നെ പറയാം. കാരണം അത്രയ്ക്ക് നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ വിനീത് കുമാർ. അദ്ദേഹം ബാല നടനായിട്ട് വന്നാണ്. അദ്ദേഹം സിനിമ മേഖലയിലെ എല്ലാ കാര്യങ്ങളും എന്തായാലും അറിയാലോ. എന്തായാലും അത് അദ്ദേഹം ദിലീപിനെ വെച്ചിട്ട് ചിത്രീകരിച്ചത് യാതൊരു പോരായ്മയൊന്നും തോന്നിയില്ല. എന്തായാലും കുറച്ച് കഥാപാത്രങ്ങളുണ്ടെങ്കിലും നന്നായിട്ട് അദ്ദേഹം ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ധൈര്യപൂർവ്വം വന്ന് കാണാം. പിന്നെ പാട്ടുണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ആക്ഷനും ഉണ്ട്. അപ്പോൾ ധൈര്യപൂർവ്വം വന്ന് കാണാം. എല്ലാവരും ചെയ്യണം. വർക്കൗട്ടായിട്ടുണ്ട് നമുക്ക്. കാരണം നമ്മൾ ദിലീപിനെ ഒരുപാട് കോമഡി സീനിൽ നമുക്ക് പടത്തിൻ്റെ പേര് ഒരുപാട് പറയാനുണ്ട്, എണ്ണങ്ങൾ ഒരുപാട് പറയേണ്ടി വരും. എന്തായാലും ദിലീപ് എന്ന നടൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വിനീത് കുമാർ എന്ന ഡയറക്ടർ, ബാലഹാരം, അദ്ദേഹത്തിന് ഇനി ബാലഹാരം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഡയറക്ടർ പദവി അദ്ദേഹം കാര്യം സ്ഥിരപ്പെടുത്തും മലയാള സിനിമയ്ക്ക്. ഓക്കെ, ഞാൻ സിനിമ കാണുന്നതിലും കൂടുതൽ ഞാൻ ആളുകളുടെ റിയാക്ഷനും ആളുകൾ ഫോൺ ചെക്ക് ചെയ്യുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുക. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ലാസ്റ്റിലോട്ടൊക്കെ ആയപ്പോഴേക്കും ശരിക്കും പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു ആ ക്ലൈമാക്സിൻ്റെ സമയമൊക്കെ ആയപ്പോഴും. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതെ അതെ, അങ്ങനെ എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും വളരെ ഒരു തൃപ്തി കൊടുക്കുന്നൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ വലിയ വീരവാദങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള നല്ല നിങ്ങൾക്ക് മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫാമിലി സിനിമ കാണാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി. അതാണ് പവി കെയർടേക്കർ. എല്ലാവരും തീർച്ചയായിട്ടും ഈ വെക്കേഷൻ സമയത്ത് കാണാൻ പറ്റിയൊരു സിനിമയാണ്. തീർച്ചയായിട്ടും വരിക, എല്ലാവർക്കും ഇഷ്ടപ്പെടും.